ഈ ബംഗാളിൽ കുറച്ച് മാസം മുൻപ് നാം ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ്. അവിടെ ഇതൊരു വിദ്യാർത്ഥിയാണ്, അണ്ണാ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയാണ് അവിടുത്തെ ഒരു പുറത്ത് ബിരിയാണി വിൽക്കുന്ന ഒരാൾ പീഡിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്ന നില വരെ എത്തി. പ്രതി എന്തായാലും പിടികൂടിയിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയപരമായ DMKക്ക് വലിയ തിരിച്ചടിയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം അതിനു മുന്നേ പറയേണ്ടത് നമ്മുടെ രാജ്യം, അതായത് ഞാൻ പണ്ട് ഈ കൊൽക്കത്ത ബലാത്സംഗം ചേട്ടൻ പറഞ്ഞത് പശ്ചിമ ബംഗാളിനെ ഏറ്റവും പിടിച്ചുലച്ചൊരു കേസ് തന്നെയാണ് കൊൽക്കത്ത ബലാത്സംഗ കേസ്. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടൊരു ഇമേജ് ഉണ്ടായിരുന്നു, അതായത് ലോകത്തിൽ വെച്ച് ഏറ്റവും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത രാജ്യം ഏതാണെന്ന്. അതിൽ ഒന്നാമതായി വന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും നിയമങ്ങൾ, അതായത് ഒരുപാട് നിയമങ്ങളുണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനായാലും അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊല്ലുന്നതിനെതിരെയും ഒരുപാട് നിയമങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിയമങ്ങളൊന്നും ഈ പ്രതികൾക്ക് ഇത്രയും ശിക്ഷ നൽകിയിട്ട് കൂടി, അതായത് നിയമങ്ങൾ വെച്ച് പ്രതികൾക്ക് ഇത്രയും ശിക്ഷ നൽകിയിട്ട് കൂടി പ്രതികൾ വീണ്ടും സമാനമായ കേസുകൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ, അതായത് 2ാം വർഷ PG മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് അവിടെ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. അവിടെ ഒരു മെഡിക്കൽ സ്റ്റാഫ് തന്നെയായിരുന്നു, അതായത് എനിക്കൊന്ന് സഞ്ജയ്, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അയാൾ തന്നെയായിരുന്നു. കാരണം അതൊരു ഗ്യാങ് റേപ്പ് ആണെന്ന് ആരോപിച്ചായിരുന്നു കൊൽക്കത്തയിൽ, അതായത് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം അരങ്ങേറിയത്. മമതാ ബാനർജി രാജിവെക്കണം, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വരെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചൊരു കേസ് തന്നെയായിരുന്നു അത്. കാരണം അതിൽ മമതാ ബാനർജിയുടെ ഒരു വീഴ്ചയായിരുന്നു. കാരണം മമതാ ബാനർജി ഒരു സ്ത്രീയാണ്, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും മമതാ ബാനർജിയെ പറയുന്ന ഒരു അയൺ ലേഡി എന്നാണ്. കാരണം ഇന്ദിരാഗാന്ധിക്ക് ശേഷം മമതാ ബാനർജിയാണ് ഇപ്പോൾ BJPക്കെതിരെ ആയാലും മറ്റുള്ളവർക്കെതിരെ ആയാലും നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. അപ്പോൾ മമതാ ബാനർജിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് കൊൽക്കത്ത പോലെയുള്ള, അതായത് തലസ്ഥാന നഗരിയിൽ അതായത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി, ആ മെഡിക്കൽ വിദ്യാർത്ഥിനി തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇയാൾ വന്ന് ഇവരെ ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. പിന്നീട് തന്നെ ആശുപത്രി അധികൃതർ, അതായത് RG കർ മെഡിക്കൽ കോളേജിലാണ് സംഭവം. ഈ സംഭവം പുറത്ത് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ആശുപത്രിയുടെ ആശുപത്രിയുടെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ മൃതദേഹം പെട്ടെന്ന് സംസ്കരിക്കുന്നു. പിന്നീട് ഇത് CBI അന്വേഷിക്കുന്നു. CBI അന്വേഷണത്തിൽ ആശുപത്രിയുടെ പ്രിൻസിപ്പളായ സന്ദീപ് ഘോഷ് വരെ ഇതിൽ അറസ്റ്റിലാകുന്നു. അങ്ങനെ ഒരുപാട് വഴിത്തിരിവാണ് ആ കേസിലുണ്ടായത്. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ അതായത് തമിഴ്നാട് DMK സ്റ്റാലിൻ ഭരിക്കുന്ന ചെന്നൈയിലും ഉണ്ടായത്. അതായത് 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ക്രൂരമായി ബലാത്സംഗത്തിനിരയായത്. അതായത് എനിക്ക് തോന്നുന്നു ക്രിസ്മസിന് എന്തായിരുന്നു സംഭവം, അതായത് പള്ളിയിൽ പോയി തിരിച്ച് കോളേജിലേക്ക് മടങ്ങവെയായിരുന്നു ഈ പെൺകുട്ടി. സുഹൃത്തിനോടൊപ്പമായിരുന്നു ഈ പെൺകുട്ടി. അങ്ങനെ ഈ പെൺകുട്ടിയെ ഈ പ്രതി കാണുകയും പിന്നീട് സുഹൃത്തിനെ ഒരു സൈഡിൽ അടിച്ചു വീഴ്ത്തുകയും പിന്നീട് പെൺകുട്ടിയെ വലിച്ചിഴച്ച് കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് ഈ കുട്ടിയുടെ നഗ്നതാ ദൃശ്യങ്ങൾ പകർത്തി ഈ നിഷ്ഠൂരനായ പ്രതി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കാരണം താൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം തൻ്റെ മുന്നിൽ വരണം, താൻ എവിടെ വിളിച്ചാലും വരണം എന്ന് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കാരണം ഇങ്ങനെ ഇത്തരത്തിലൊരു ഭീഷണിയാകുമ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ. ആ പെൺകുട്ടി മരണപ്പെടാത്തത് എന്തോ ഭാഗ്യം. ഇത്രയും ക്രൂരമായി ബലാത്സംഗത്തിനിടയായതിനു ശേഷം പിന്നീട് ഈ പെൺകുട്ടി ഇതിൽ നിന്നൊരു മോചിതയായതിനു ശേഷമാണ് പിറ്റേ ദിവസം പോലീസിനെ വിവരം അറിയിക്കുകയും, അതായത് കോളേജിന്റെ സമീപത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന ഈ പ്രതി അറസ്റ്റിലാവുകയും ചെയ്തത്. ചേട്ടൻ പറഞ്ഞതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിന് തന്നെ പോലീസിനുണ്ടായ വീഴ്ച, ഈ കുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഇരയുടെ പേരോ ചിത്രങ്ങളോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവങ്ങളും പുറത്തുവിടരുതെന്ന് കോടതിയുടെ തന്നെ കർശനമായ നിർദ്ദേശമുള്ള ഈ കാലത്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇത്രയും വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. കുട്ടിയെ അതിനേക്കാൾ, ഈ പീഡനമേറ്റതിനേക്കാൾ വലിയ രീതിയിൽ അപമാനിക്കുന്ന ഒരു തെറ്റായി പോയി പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെതിരെ, സർക്കാരിനെതിരെയും പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും തിരിഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമല്ല അവിടെ നടക്കുന്നത്.
ഉറപ്പായിട്ടും. കാരണം ഒരു ഇരയുടെ പേര് ഒരിക്കലും പോലീസ് ആണെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളാണെങ്കിൽ പുറത്ത് വിടാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അധികാരം അവർക്ക് നൽകിയിട്ടില്ല. എന്നിട്ടും പോലീസ് ഈ പെൺകുട്ടിയുടെ പേര് പുറത്തു വിട്ടു. കാരണം പോലീസ്, എനിക്ക് തോന്നുന്നു പോലീസിന് വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഇത്രയും ഒരു അതായത് സ്റ്റാലിൻ ഭരിക്കുന്നിടത്താണ് സ്റ്റാലിൻ പറയുന്നത് പോലീസുകാർ എപ്പോഴും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, സ്റ്റാലിൻ്റെ സർക്കാരേ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പോലീസിന്റെ അനാസ്ഥ എന്ന് പറയുന്നത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. കാരണം ഈ പെൺകുട്ടിയുടെ പേര് പുറത്ത് വിട്ടതോടുകൂടി ചേട്ടൻ പറഞ്ഞതുപോലെ പെൺകുട്ടിക്ക് അപമാനമാണ്. കാരണം ഒരു ബലാത്സംഗത്തിലുപരി ഈ പെൺകുട്ടിക്ക് വളരെയധികം മാനസികമായ അത് ആഘാതമേറ്റേക്കും. കാരണം പെൺകുട്ടിയുടെ പേരാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പൊതുവെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എടുത്താൽ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായി പറയുന്നത് ജിഷയുടെ കൊലപാതകം തന്നെയാണ്. കാരണം ജിഷയുടെ കൊലപാതകത്തിൽ ഒരുപാട് പ്രതിഷേധം, അന്ന് തെരഞ്ഞെടുപ്പും കൂടി അടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ജിഷയുടെ ഈ ബലാത്സംഗത്തിൽ, അതായത് അവരെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് തന്നെയാണ്. പിന്നീട് ആ കേസിൽ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രതി പിടിയിലാവുകയും ചെയ്തു. ആ കേസിൽ UDF, LDF, BJP എന്ന് വേണ്ട എല്ലാ പാർട്ടികളും പ്രതിഷേധിച്ചു. അതായത് കേരളത്തിന്റെ ഏതൊക്കെ സൈഡിൽ ഏതൊക്കെ പാർട്ടിയുണ്ട് ആ പാർട്ടികളെല്ലാം പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. അന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പ്രതിയെ പിടികൂടാൻ വളരെയധികം എല്ലാ പാർട്ടികൾക്കും ഊർജ്ജമായിരുന്നു. അങ്ങനെ ഒരു അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രതിയെ പിടികൂടി. കാരണം ആ പ്രതി തന്നെയാണ് ആ പെൺകുട്ടിയെ കൊന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആ പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്നുണ്ട്. അതായത് എൻ്റെ മകൾ അതായത് അയാളെ കണ്ടാൽ തന്നെ അറിയാം, ജിഷ എന്ന് പറയുന്നത് ഒരു ആറടി പൊക്കമുള്ളതും ഒരു കരുത്തയായ ഒരു സ്ത്രീയാണ്. ആ കരുത്തയായ സ്ത്രീയെ ഇയാൾക്ക് വീഴ്ത്താൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം അയാളെ കണ്ടാൽ തന്നെ അറിയാം. കാരണം അയാളൊരു ചിലപ്പോൾ അയാളെ കുടുക്കിയതാവാം, അല്ലെങ്കിൽ പൈസയ്ക്ക് അയാളെ ഇറക്കിയത് നമുക്കറിയില്ല. ഇപ്പോഴും ആ കേസിൽ യാതൊരു അപ്ഡേറ്റും ഇല്ലാതെ കിടക്കുകയാണ്. അയാൾക്ക് വധശിക്ഷ വിധിച്ച് അയാൾ ജയിലിലാണ്. ഇനി നമുക്ക് ചെന്നൈയിലോട്ട് കാര്യം വരാം. ഉറപ്പായിട്ടും. കാരണം ചെന്നൈയിലെ ഈ പീഡനം എന്ന് പറയുന്നത് കൊൽക്കത്ത, അതായത് ആർജിക്കർ ബലാത്സംഗ കേസിന് പോലെ തന്നെ സമാനമാണ്. കാരണം വിദ്യാർത്ഥിനികൾക്ക്, അതായത് പെൺകുട്ടികൾക്ക് കോളേജിൽ പോലും സുരക്ഷിതത്വം ഇല്ല. നട റോഡിലോ സുരക്ഷിതത്വം എങ്കിൽ പിന്നെ സർവകലാശാലയിലെങ്കിലും സുരക്ഷിതത്വം കിട്ടേണ്ടത്. അവിടെ പോലും സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. എന്തിനാണ് ഈ സർക്കാർ BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ഈ പ്രതി DMK പ്രവർത്തകനാണെന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി ചലച്ചിത്ര താരവുമായ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവരുമായി ഈ പ്രതി കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. അങ്ങനെ ഇയാൾ ഒരു DMKയുടെ സജീവ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ആ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയും പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയല്ലേ? ഉറപ്പായാലും ചേട്ടാ, നമ്മൾ നേരത്തെ എടുത്തൊരു വീഡിയോയിൽ നവീൻ ബാബുവിൻ്റെ കേസ് നമ്മൾ പറഞ്ഞാണ്. നവീൻ ബാബുവിൻ്റെ കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM ആണ്. അപ്പോൾ അവിടെ CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആരോപിച്ചിട്ട് കൂടി, അല്ലെങ്കിൽ കുടുംബം പറഞ്ഞിട്ട് കൂടി CPM പറയുന്നത് CBI അന്വേഷണം വേണ്ട, SIT തന്നെ ഇത് അന്വേഷിക്കട്ടെ എന്നാണ് CPM പറയുന്നത്. കാരണം CPMന് അവിടെ നിന്ന് തടി തപ്പാനാണ് CPM ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് തമിഴ്നാട് നോക്കിയാണ്. കാരണം പ്രതി എന്ന് പറയുന്നത്, ചേട്ടൻ പറഞ്ഞ എനിക്ക് പ്രതി എന്നത് DMKയുടെ ഒരു അനുഭാവിയാണ്, DMKയുടെ ഒരു പ്രവർത്തകനാണ്. ഉദയനിധി സ്റ്റാലിനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഈ കേസിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. കാരണം DMK എന്ന് പറയുന്ന തമിഴ്നാട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിയാണ്. പിന്നീട് തന്നെ ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ ഒരു പാർട്ടിയാണ്. ഇന്ത്യ സഖ്യത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ DMK തന്നെയാണ്. കാരണം കോൺഗ്രസ് അടപടലം ഇപ്പോൾ താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ DMK എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു വമ്പൻ ശക്തി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ, അതായത് DMK അനുഭാവിയായ ഈ പ്രതി, ഇയാളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ കേസിൽ എന്തെങ്കിലും അട്ടിമറി നടന്നേക്കാം. പിന്നീട് ഈ കേസിന് യാതൊരു അപ്ഡേറ്റും ആവാതെ തന്നെ നമുക്ക് യാതൊരു അപ്ഡേറ്റും വരത്തില്ല. ചിലപ്പോൾ ഈ കേസ് തേച്ച് മാച്ച് കളയാൻ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയോ എന്തുമാകാം നമുക്കറിയില്ല. നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ആർജിക്കറിൽ തന്നെ പറഞ്ഞ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ പ്രതി ഭീഷണിപ്പെടുത്തിയതായി വരെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. കാരണം ഈ പ്രതിയുടെ സുഹൃത്തുക്കൾ വരെ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഹാത്രസിലെ കൂട്ടബലാത്സംഗം നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതിലും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ എപ്പോഴും ഭീഷണിപ്പെടുത്തലായിരുന്നു. അപ്പോൾ ഈ
ചെന്നൈയിലെ കേസും സമാനമായി തന്നെയാണ്. കാരണം DMK എന്ന് പറയുന്ന ഒരു ഭരണകക്ഷിയാണ്, അതായത് ഉദയനിധി സ്റ്റാലിൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ ഈ ബലാത്സംഗ കേസിൽ പിടിയിലായ ഈ പ്രതി. ഉറപ്പായിട്ടും ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീകളെയും അവരുടെ അനുവാദമില്ലാതെ പീഡിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ല ശരീരത്തിൽ തൊടാൻ പോലും ഒരു പുരുഷന് അനുവാദമില്ല. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതാണ്. അതുകൊണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രേവന്ത് റെഡ്ഡി പറഞ്ഞതുപോലെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇയാൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുക തന്നെ വേണം.